നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുലിയെ പിടികൂടാൻ വനപാലകർ ചാലക്കുടിയിൽ കെണിയൊരുക്കി. ചുറ്റിക കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ അറസ്റ്റ് ചെയ്തു. തൃശൂർ പൂരത്തിന് ഒരു മാസം മാത്രം ശേഷിക്കെ വെടിക്കെട്ടിന് അനുമതി ലഭിക്കാത്തതിൽ ആശങ്ക. മേലൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി മാറ്റുന്നതിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി. കാട്ടൂരിലെ കുപ്രസിദ്ധ ഗുണ്ട പൊന്നനം പള്ളിച്ചാടത്ത് ശ്രീവത്സനെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തി. CPIMന്റെ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഏരിയയിൽ നടക്കുന്ന മെഗാ ശുചിത്വ യജ്ഞത്തിന് തുടക്കമായി. തൃശൂർ അതിരൂപതയിലെ ഭക്തസംഘടനകൾക്ക് ചന്തം ചാർത്തുന്ന ദർശന സഭ സമൂഹത്തിന്റെ 14ാമത് സംഗമവും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നു. വിശദമായ വാർത്തയിലേക്ക്. പുലിയെ പിടികൂടാൻ വനപാലകർ ചാലക്കുടിയിൽ കെണിയൊരുക്കി. പുലി സാന്നിധ്യം സ്ഥിരീകരിച്ച കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിന്റെ വെടിക്കെട്ട് നടക്കാറുള്ള ആൾപെരുമാറ്റം കുറഞ്ഞ പറമ്പിലാണ് കൂട് സ്ഥാപിച്ചത്. ഇവിടെ പുലിയുടെ കാൽപ്പാടുകൾ ധാരാളമായി പതിഞ്ഞിട്ടുണ്ട്. ചാലക്കുടി പുഴയോട് ചേർന്ന പ്രദേശമാണിത്. പുഴയോരത്തെ കാടുപിടിച്ച പ്രദേശത്ത് പുലിക്ക് താവളമാക്കാൻ വേണ്ടത്ര ഇടങ്ങളുണ്ട്. കൊരട്ടിയിൽ നിന്നാണ് പുലി എത്തിയതെങ്കിൽ ചാലക്കുടി പുഴയിലൂടെ ഈ ഭാഗത്തു കൂടിയാവാം വന്നതെന്ന് കരുതുന്നു. കണ്ണമ്പുഴ ക്ഷേത്രം റോഡിലൂടെ 100 മീറ്ററോളം നടന്നാൽ പുലി ക്യാമറയിൽ പതിഞ്ഞ രാമനാരായണന്റെ വീട് കാണാം. കണ്ണമ്പുഴ ക്ഷേത്രത്തിന് സമീപത്തെ ഈ പറമ്പിൽ സ്ഥാപിച്ചാൽ പുലി കുടുങ്ങാനിടയുണ്ടെന്നാണ് കരുതുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് ചാലക്കുടി DFO വെങ്കിടേഷിന്റെയും റേഞ്ച് ഓഫീസർ ആൽബിന്റെയും നേതൃത്വത്തിലാണ് കൂട് സ്ഥാപിച്ചത്. RRT സംഘവും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി, നഗരസഭാ അംഗങ്ങളായ VO പൈലപ്പൻ, VJ ജോജി തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. പുലി ഭീതിയെ തുടർന്ന് കൊരട്ടിയിൽ മാർക്കറ്റിന് പിൻവശത്ത് സ്ഥാപിച്ച കൂട് ചാലക്കുടിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ആടിനെയാണ് ഇവിടെയും ഇരയായി വച്ചിട്ടുള്ളത്. അവിടത്തെ കൂട് ചാലക്കുടിയിൽ കൊണ്ടുപോയതിനെ തുടർന്ന് കൊരട്ടിയിൽ നാട്ടുകാർക്ക് ചെറിയ പ്രതിഷേധമുണ്ട്. ചുറ്റിക കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി ഗണേശമംഗലം സ്വദേശിയായ തിരുവണ്ണാൻപറമ്പിൽ വീട്ടിൽ 29 വയസ്സുള്ള അജീഷിനെ ഗണേശമംഗലത്ത് വെച്ച് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മതിലകം സ്വദേശിയായ തപ്പിള്ളി വീട്ടിൽ 29 വയസ്സുള്ള നസ്മലിനെയാണ് തൃപ്രയാറിൽ നിന്നും വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. അജീഷിന്റെ ബന്ധുവിന്റെ മൊബൈൽ ഫോൺ നസ്മലിന്റെ സുഹൃത്ത് എടുത്തുകൊണ്ടുപോയത് തിരികെ ചോദിച്ചതിലുള്ള വിരോധത്തിലാണ് ഗണേശമംഗലത്ത് വെച്ച് അജീഷിനെ തടഞ്ഞു നിർത്തി ഇരുമ്പ് ചുറ്റിക കൊണ്ട് ഇടത് കവിളിന് മുകളിലും വലത് കാൽ മുട്ടിലും ഇടത് കാൽ മസിലിലും അടിച്ച് പരിക്കേൽപ്പിച്ചത്. ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ നസ്മൽ തൃപ്രയാർ വന്നതായി രഹസ്യവിവരം ലഭിച്ചത് പ്രകാരമാണ് ഇയാളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വാടാനപ്പള്ളി SI ശ്രീലക്ഷ്മി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജ്കുമാർ, ജിനേഷ്, സിവിൽ പോലീസ് ഓഫീസർ അലി എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. തൃശൂർ പൂരത്തിന് ഒരു മാസം മാത്രം ശേഷിക്കെ വെടിക്കെട്ടിന് അനുമതി ലഭിക്കാത്തതിൽ ആശങ്ക. കേന്ദ്ര സർക്കാരിൽ നിന്നാണ് അന്ത്യാനുമതി ലഭിക്കേണ്ടത്. പെസോയുടെ പുതിയ മാർഗനിർദ്ദേശപ്രകാരം തൃശൂർ പൂരം വെടിക്കെട്ട് നടത്താൻ ആകില്ല. എന്നാൽ ഇതിൽ ഇളവ് തേടിയെങ്കിലും അനുമതി ലഭിച്ചിട്ടില്ലെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ട് പീയൂഷ് ഗോയലുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനം വൈകുകയാണ്. മെയ് 6-നാണ് ഇത്തവണ തൃശൂർ പൂരം. പൂരത്തിന്റെ ആദ്യ വെടിക്കെട്ടെന്ന് പറയുന്നത് ഈ മാസം 30-നാണ്. ഇനി മുന്നിൽ അധിക ദിവസങ്ങളില്ല. ഈ പശ്ചാത്തലത്തിൽ തീരുമാനങ്ങൾ വൈകിയാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. മേലൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി മാറ്റുന്നതിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത നിർവഹിച്ചു. മേലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സതി ബാബു,
PP പരമേശ്വരൻ, വിക്ടോറിയ ഡേവിസ്, മെമ്പർമാരായ ജാൻസി പൗലോസ്, രഘുനാഥ് ER, ജിനേഷ് NJ, സൗമ്യ മോഹൻദാസ്, വാസന്തി ചന്ദ്രൻ, ആരോഗ്യ പ്രവർത്തകർ, ആശാ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, വ്യാപാരികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വിവിധ സംഘടനകൾ, വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വലിച്ചെറിയപ്പെട്ട അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് വൃത്തിയാക്കുകയും പ്രധാന ഇടങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ പഞ്ചായത്തിലെ മറ്റു പ്രവർത്തകർ, വ്യാപാരികൾ, അതുപോലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ, മർച്ചന്റ്. കാട്ടൂരിലെ കുപ്രസിദ്ധ ഗുണ്ട പൊന്നനം പള്ളിച്ചാടത്ത് ശ്രീവത്സനെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തി. കാട്ടൂരിലെ കുപ്രസിദ്ധ ഗുണ്ട പൊന്നനം പള്ളിച്ചാടത്ത് 41 വയസ്സുള്ള ശ്രീവത്സനെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. ശ്രീവത്സന്റെ പേരിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷനിലും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലും കോതമംഗലം പോലീസ് സ്റ്റേഷനിലും കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലും നിരവധി ക്രിമിനൽ കേസുകളുണ്ട്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPS ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബൈജു ER, സിവിൽ പോലീസ് ഓഫീസർമാരായ രമ്യ, ഫെബിൻ എന്നിവർ കാപ്പ് ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. കേരളം മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി CPIMന്റെ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഏരിയയിൽ നടക്കുന്ന മെഗാ ശുചിത്വ യജ്ഞത്തിന് തുടക്കമായി. ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന ഏരിയ തല ശുചീകരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനം CPIM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ നിർവഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം TP ജോണി അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KP തോമസ്, MM രമേശൻ, അഡ്വക്കേറ്റ് KR സുമേഷ്, MN ശശിധരൻ, MA ഗോപി, CG സിനി, KI അജിതൻ, KM ഷബീർ എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി ഏരിയയിൽ 100 കേന്ദ്രങ്ങളിലാണ് വിവിധ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ച് 30-ന് മുൻപായി ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ശുചിത്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതു ഇടങ്ങളുടെ ശുചീകരണത്തിന് പുറമെ ശുചിത്വ കവലകൾ നിർമ്മിക്കൽ, ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കൽ എന്നീ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ആ ശുചീകരണത്തിനുള്ള തൊഴിലാളികൾ, അതുപോലെ തന്നെ സഖാക്കൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇത് നമ്മുടെ സംസ്ഥാനത്തിന് മറ്റെല്ലാവർക്കും മാതൃകയായിക്കൊണ്ട് ഈ ശുചീകരണ പ്രവർത്തനം പൂർത്തീകരിക്കണമെന്നാണ് നമ്മൾ കരുതുന്നത്. 2 ഘട്ടം എന്ന നിലയിൽ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് പൂർണ്ണമായി പ്ലാസ്റ്റിക് വസ്തുക്കൾ. തൃശൂർ അതിരൂപതയിലെ ഭക്ത സംഘടനകൾക്ക് ചന്തം ചാർത്തുന്ന ദർശന സഭ സമൂഹത്തിന്റെ 14ാമത് സംഗമവും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നു. 2025 മാർച്ച് 30-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണിക്ക് വടക്കാഞ്ചേരി സെയിന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിൽ വെച്ച് ആരംഭിക്കുന്ന സംഗമത്തിന്റെ പതാക ഉയർത്തൽ അതിരൂപത മെത്രാപൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിക്കും. തുടർന്ന് വിശുദ്ധ ബലി അർപ്പിക്കും. ദിവ്യബലിക്ക് ശേഷം ദേവാലയം ചുറ്റി നടക്കുന്ന പ്രദക്ഷിണം പൊതുസമ്മേളന ഹാളിൽ എത്തിച്ചേരും. സെയിന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയ വികാരി ഫാദർ വർഗീസ് തരകൻ അധ്യക്ഷത വഹിക്കുന്ന പൊതുസമ്മേളനത്തിൽ അതിരൂപത ദർശന സമൂഹം പ്രസിഡന്റ് വർഗീസ് തെക്കേതല സ്വാഗതം ആശംസിക്കും. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര ഉദ്ഘാടനം നിർവഹിക്കും. അതിരൂപത ദർശന സമൂഹം ഡയറക്ടർ ഫാദർ പോൾസൺ പാലത്തിങ്കൽ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും 100 വർഷം പൂർത്തീകരിച്ച ഇടവകകളെ പ്രത്യേകം ആദരിക്കുകയും ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ വർഗീസ് തരകൻ, വർഗീസ് തെക്കേതല, വിൻസെന്റ് CC, ജോണി തൈക്കാട്ടിൽ, ഹെൻറി ലൂക്കോസ് എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില 155 രൂപ കൂടി ഗ്രാമിന് 8340 രൂപ, പവന് 66,720 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പുലിയെ പിടികൂടാൻ വനപാലകർ ചാലക്കുടിയിൽ കെണിയൊരുക്കി. ചുറ്റിക കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ അറസ്റ്റ് ചെയ്തു. തൃശൂർ പൂരത്തിന് 1 മാസം മാത്രം ശേഷിക്കെ വെടിക്കെട്ടിന് അനുമതി ലഭിക്കാത്തതിൽ ആശങ്ക. മേലൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി മാറ്റുന്നതിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി. കാട്ടൂരിലെ കുപ്രസിദ്ധ ഗുണ്ട പൊന്നനം പള്ളിച്ചാടത്ത് ശ്രീവത്സനെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തി. CPIMന്റെ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഏരിയയിൽ നടക്കുന്ന മെഗാ ശുചിത്വ യജ്ഞത്തിന് തുടക്കമായി. തൃശൂർ അതിരൂപതയിലെ ഭക്തസംഘടനകൾക്ക് ചന്തം ചാർത്തുന്ന ദർശന സഭ സമൂഹത്തിന്റെ 14ാമത് സംഗമവും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.